ഹലോ ഹായ് നമസ്കാരം. ഇന്ന് 79ാമത്തെ ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് ഡേ ആണ്. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ടു ഓൾ. പക്ഷെ ഞങ്ങൾ ഇന്ന് മറ്റൊരു രാജ്യത്തിന്റെ മറ്റൊരു പോർട്ടിൽ നിൽക്കുന്നതായതുകൊണ്ട് ഞങ്ങളുടെ ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് സെറമണി പോലുള്ള കാര്യങ്ങൾ വളരെ ലിമിറ്റഡ് ആയിട്ട് ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ സാധാരണ ഓഗസ്റ്റ് 15 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കപ്പലിലെ യൂണിഫോം ഇട്ട് വന്ന് ഫോട്ടോ സെഷനും കാര്യങ്ങളായിട്ട് വളരെ നല്ലൊരു മൊമെന്റ് ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് അതിൽ ലിമിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം മറ്റു രാജ്യങ്ങളിൽ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നിരുന്നാലും മനസ്സിൽ ഭാരതാംബയിലുള്ളിടത്തോളം നമ്മൾ ഒരു ഫ്ലാഗ് ഹോയിസ്റ്റിംഗിലല്ലോ. എനിവേ ഞങ്ങളത് ലിമിറ്റഡ് ആയിട്ട് കാര്യങ്ങളൊന്നും ചെയ്തു. പക്ഷേ എൻ്റെ കയ്യിൽ ഞങ്ങൾ മുമ്പ് ചെയ്തിരുന്ന ഒരു ഫ്ലാഗ് ഹോയിസ്റ്റിംഗിന്റെ ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ടായിരുന്നു. ആ ഒരു കാര്യം ഞാൻ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തായിരുന്നു. പക്ഷെ അന്നപ്പോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ചുമ്മാ നോക്കിയപ്പോൾ അത് കണ്ടു. ആ ഒരു വീഡിയോ ഞാൻ ഇന്നത്തെ ദിവസം എല്ലാവർക്കും വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്യാണ്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ശരത് ലാൽ. ഇന്ന് ഞാൻ വീണ്ടും യൂണിഫോമിൽ വന്നിരിക്കുന്നത് വീണ്ടും INS വിക്രാന്തിന്റെ കാര്യം പറയാനല്ല. പക്ഷേ ഇന്ന് നമ്മുടെ സ്വാതന്ത്ര്യ ദിനമാണ്. എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ ഞങ്ങളുടെ ആയാലും നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേക്ക് നമ്മൾ മിനിമം ഒരു ഫ്ലാഗ് ഹോയിസ്റ്റിങ്ങും എല്ലാം ചെയ്യാറുണ്ട് ഷിപ്പിൽ. അപ്പോൾ ഒരു ഷിപ്പിൽ ഞങ്ങളുടെ ഇന്നത്തെ ഓഗസ്റ്റ് 15 സെലിബ്രേഷൻ എങ്ങനെയാണെന്ന്, അല്ലെങ്കിൽ ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് സെറിമണി ഒക്കെ എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. സാധാരണ എല്ലാ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളിലും ഫ്ലാഗ് ഹോയിസ്റ്റിങ്ങിന് ശേഷമുള്ള ഒരു സ്വീറ്റ്സ് കൊടുത്ത് പിരിയാറില്ല ഞങ്ങൾ. ആ ഒരു വട്ടം കപ്പലിൽ നല്ലൊരു സദ്യ, നമുക്ക് അടിപൊളി ഒരു കുക്ക് ഉണ്ടായിരുന്നു. നല്ലൊരു സദ്യ മുമ്പേ അറേഞ്ച് ചെയ്ത് വെച്ച വാഴയിലെല്ലാം. സാധാരണ ഓണത്തിനൊക്കെയാണ് ഇങ്ങനെ കപ്പലുകൾ അവസരം കിട്ടിയാൽ ഞങ്ങൾ ചെയ്യാറ്. പക്ഷേ ആ ഒരു ഓഗസ്റ്റ് 15 വളരെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി. നല്ലൊരു സദ്യ പ്രിപ്പയർ ചെയ്തിരുന്നു. വാഴയിലൊക്കെ എല്ലാവരും ഒരുമിച്ചിരുന്ന്, എല്ലാവരും നിലത്തിരുന്ന് കഴിക്കുന്നതിന് പകരം എല്ലാവരും ഒരുമിച്ച് ടേബിളിലിരുന്ന് നല്ലൊരു സദ്യ എല്ലാവർക്കും. കാരണം നമ്മൾ കേരളത്തിലുള്ളവർ പലപ്പോഴും വാഴയിലൊക്കെ ഇരുന്ന് കഴിക്കാറുണ്ടെങ്കിലും ഞങ്ങളുടെ കൂടെ എല്ലാവരും ഒത്തൊരുമിച്ച് വാഴയിലെല്ലാം ഇരുന്ന് കഴിച്ചിരുന്നു. എല്ലാവർക്കും നല്ലൊരു അനുഭവമായിരുന്നു അത്. ഇതായിരുന്നു നമ്മുടെ കുക്ക്. അന്ന് സദ്യ എന്ന് പറയുമ്പം വാഴയില, പിന്നെ പഴം ഉണ്ടായിരുന്നു, പിന്നെ മൈസൂർ പാക്ക് ഓൺ ബോർഡ് പ്രിപ്പയർ ചെയ്തിരുന്നു, പപ്പടം, പിന്നെ ഇത് പൊരിച്ച ചിക്കൻ, ബിരിയാണി, പിന്നെ സാദാ ചോറ് കാര്യങ്ങൾ, സാമ്പാർ, രസം, അങ്ങനെ ഒരുവിധം ഞങ്ങൾക്കുള്ള ലിമിറ്റേഷൻ വെച്ച് ചെയ്യാൻ പറ്റാവുന്ന എല്ലാ ഭക്ഷണവും കുക്ക് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി തന്നിട്ടുണ്ടായിരുന്നു. വളരെ നല്ലൊരു ഭക്ഷണമായിരുന്നു. പിന്നെ അതുകൂടാതെ വളരെ നല്ലൊരു അനുഭവമായിരുന്നു. ഇത്രയും നല്ലൊരു ഓഗസ്റ്റ് 15 സെലിബ്രേഷൻ വേറെ എവിടെയും ചെയ്തതായിട്ട് ഓർമ്മയിലുണ്ടായിരുന്നില്ല. എപ്പോഴും കപ്പലിലെ പല നിമിഷങ്ങളും ഇങ്ങനെയാണ്. പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ നല്ലൊരു ഓർമ്മയായിട്ട്